നടത്താനുള്ള സ്വാതന്ത്ര്യവും അവിടെ നിൽക്കട്ടെ, മതം ആചരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവിടെ നിൽക്കട്ടെ. ഒരു മുസ്ലിമിന് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രാഥമികമായ അടയാളം എന്ന് വിളിക്കാൻ കഴിയുന്ന നമസ്കാരം സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഈ രാജ്യത്ത് നമസ്കരിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഈ വലകെട്ടിൽ ഇത്ര പ്രൗഢമായി സംഘടിപ്പിക്കപ്പെട്ട മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളന വേദിയിൽ നിന്ന് എന്റെ മുൻപിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് ഈ ചോദ്യം ചോദിക്കുമ്പോ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഒരു കാലഘട്ടത്തിലും ഒരു കേരളീയ മുസ്ലിമിന് ആ അവകാശം നിഷേധിക്കപ്പെടും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളോട് 3 സംഭവങ്ങൾ പറയാം. ആദ്യത്തെ സംഭവം നടക്കുന്നത്, ഈ 3 സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്, മീഡിയയിൽ വന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഹർഷ്മന്ദർ എന്നു പേരുള്ള ഒരു ഉത്തരേന്ത്യൻ ആക്ടിവിസ്റ്റിന്റെ കോളത്തിൽ അദ്ദേഹം ഡേറ്റ് ഇട്ട് അത് പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ. ആദ്യത്തെ സംഭവം നടക്കുന്നത് അലഹബാദിലാണ്. ഇപ്പോ നഗരത്തിന്റെ പേര് പ്രയാഗ്രാജ് എന്നാണ്. അവിടുത്തെ ഒരു ആശുപത്രി, ആ ആശുപത്രിയുടെ ICUവിന്റെ മുറി, ആ ICUയിൽ ഒരാൾ ഡെങ്കുപ്പനി ബാധിച്ച് ചികിത്സയിലാണ്. ആ ചികിത്സയിൽ കഴിയുന്ന ആളിന്റെ ഭാര്യ ആ ICU മുറിയുടെ പുറത്തുണ്ട്. തന്റെ ഭർത്താവ് ICUവിൽ കിടന്ന് രോഗത്തോട് മല്ലിടുമ്പോ സാധുവായ വൃദ്ധയായ ആ സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, തന്റെ ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ദീർഘായുസിനും രോഗവിമുക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. അവര് ചെറിയൊരു മുസല്ല വിരിച്ച് ആ ICUവിന്റെ പുറത്ത് നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കെ കുറച്ച് ആളുകൾ വന്ന് ആ വീഡിയോ ചിത്രീകരിച്ചു. വീഡിയോ ചിത്രീകരിച്ചിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അത് ചെയ്തത് ഉത്തരേന്ത്യയിലെ ബജ്റംഗ് ദളിന്റെ പ്രവർത്തകരായിരുന്നു. ആ വീഡിയോ വൈറലായി. ഒരു പൊതുസ്ഥലത്ത് ഇവർക്ക് എങ്ങനെ നമസ്കരിക്കാൻ ധൈര്യം വരുന്നു എന്ന ചോദ്യത്തോടെ ആ വീഡിയോ ഉത്തർപ്രദേശ് മുഴുവൻ പരന്നു. ആ വീഡിയോ വൈറലായപ്പോ അത് അവിടുത്തെ ആശുപത്രിയിലാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ ആ ആശുപത്രിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസർ ആ സ്ത്രീയെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി നിങ്ങളുടെ ഭർത്താവ് ആശുപത്രിയിൽ കിടക്കുമ്പോ ഇവിടെ നമസ്കരിച്ചു പോവരുത്. നിങ്ങളൊരു പ്രായമുള്ള സ്ത്രീ ആയതുകൊണ്ട് തൽക്കാലം ഇതൊരു വാണിംഗിൽ അവസാനിപ്പിക്കുക. ഇനിയും നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ പൊതുസ്ഥലത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിന് നിങ്ങൾക്ക്